കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാരെ ഡിസ്മിസ് ചെയ്യണമെന്നുള്ള നടപടി സ്വീകരിച്ച മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ആഭ്യന്തരമന്ത്രിമാരുടെ കാലത്ത്, ഏതെങ്കിലും മുഖ്യമന്ത്രിമാരുടെ കാലത്ത് ഏതെങ്കിലും ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ കേരളത്തിന്റെ പോലീസ് സേനയിൽ നിന്ന് എന്നേക്കുമായി പിരിച്ചുവിട്ടിട്ടുണ്ടോ? 144 പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കേരളത്തിന്റെ പോലീസ് സേനയിൽ നിന്ന് എന്നേക്കുമായി മാറ്റി നിർത്തിയത്. സസ്പെൻഡ് ചെയ്യുകയല്ല ചെയ്തത്, അച്ചടക്ക നടപടികൾ സ്വീകരിച്ച് ഇൻക്രിമെന്റ് കട്ട് ചെയ്യുകയല്ല ചെയ്തത്, അവരെ എന്നേക്കുമായി പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഒരാളെയെങ്കിലും പിരിച്ചുവിട്ടു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കോ? കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ? സർ, കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്ന രാജനെ ഉരുട്ടിക്കൊന്നു. എന്നിട്ട് അവസാനം ആ രാജന്റെ മൃതദേഹം പോലും കത്തിച്ച് ചാമ്പലാക്കി കുടുംബക്കാർക്ക് കൊടുത്തോ ആ മൃതദേഹം? നമ്മളത് കേട്ടിട്ടുണ്ട്, അമേരിക്ക ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട്. മുഹമ്മദ് ഗദ്ദാഫി 40 കൊല്ലം ലിബിയയുടെ പ്രസിഡന്റ് ആയിരുന്ന മനുഷ്യനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് കൊടുത്തില്ല. അവർ കൊണ്ടുപോയി നശിപ്പിച്ച് കത്തിച്ച് എവിടെയോ ഉപേക്ഷിച്ചു. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ മലപ്പുറം കുന്നിന്റെ ചെരുവിൽ വെച്ച് വെടിവെച്ചു കൊന്ന ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ മൃതദേഹവും ആർക്കും കൊടുത്തില്ല. എവിടെയോ കൊണ്ടുപോയി കത്തിച്ച് കടലിൽ മുക്കിത്താഴ്ത്തി എന്നാണ് ചരിത്രം പറയുന്നത്. സാർ, അതുപോലെ രാജൻ എന്ന് പറയുന്ന റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന മിടുക്കനായ കുട്ടിയെ കൊന്നു എന്ന് മാത്രമല്ല, ആ കൊന്നതിന് ശേഷം മൃതദേഹം പോലും കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കാതെ കത്തിച്ച് ചാമ്പലാക്കി വെണ്ണീറാക്കി കളഞ്ഞത് ആര് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ്? UDF ഭരിച്ചിരുന്ന മുസ്ലിം ലീഗിന് ഭരണ പങ്കാളിത്തമുള്ള സർക്കാർ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മളുടെ നാട് ഭരിക്കുന്ന സമയത്തല്ലേ ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയയുടെ നേതൃത്വത്തിൽ ഒരു വലിയ നബിദിന റാലി നടന്നു. എന്നാണ് നടന്നത്? UDF ഭരണകാലത്ത്. അന്നാണ് ആ നബിദിന റാലിയിലേക്ക് പോലീസ് വെടിവെച്ചത്. എങ്ങാനും ഇന്നൊക്കെയാണ് അത് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കേരളം ചുട്ട് ചാമ്പലാക്കും. 2 പേരാണ് അന്ന് ആലപ്പുഴയുടെ മണ്ണിൽ മരിച്ചു വീണത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത്. സിറാജുന്നിസ എന്ന് പറയുന്ന പെൺകുട്ടിയെ നിങ്ങൾ മറന്നുപോയോ? 11 വയസ്സുള്ള എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടി തന്റെ വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കവെയാണ് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചത് എന്നുള്ള കാര്യം മറക്കരുത്. ലീഗ് ഭരണത്തിലായിരുന്നു എന്ന്. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുരളി മനോഹർ ജോഷി നടത്തിയ ഏകതാ യാത്രയുടെ ഉപജാഥ എന്നുള്ള നിലയിൽ മുസ്ലിം സാന്ദ്രീകൃത മേഖലയായിട്ടുള്ള പ്രദേശത്തുകൂടെ BJPയുടെ റാലിക്ക് കടന്നു പോകാൻ ആരാണ് അനുവാദം നൽകിയത്? അത് അനുവാദം നൽകിയതല്ലേ യഥാർത്ഥത്തിൽ അന്ന് സിറാജുന്നിസ വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത്? സാർ, ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ, പോലീസ് അതിക്രമങ്ങൾ, കസ്റ്റഡി മരണങ്ങൾ. ആ കസ്റ്റഡി മരണങ്ങൾ അന്വേഷിക്കേണ്ടത് കേരളത്തിലെ പോലീസ് അല്ലെന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നത്. അത് കേന്ദ്ര ഏജൻസികൾ, ബാഹ്യ ഏജൻസികൾ അന്വേഷിക്കട്ടെ എന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രിയാണ് നമ്മളുടെ മുഖ്യമന്ത്രി എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ഏത് സേനയിലായാലും വെച്ച് പൊറുപ്പിക്കില്ല എന്ന നിലപാടാണ് സർക്കാർ എടുത്തത്. 2.5 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം ഇന്ന് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വന്നപ്പോ, അത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോ ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത നിലപാട് സ്വീകരിച്ച ഈ മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് വിമർശിക്കുവാൻ വേണ്ടി കഴിയുക? സാർ, ഇന്നത്തെ ഈ അടിയന്തര പ്രമേയത്തെ അതിശക്തമായി സഭയിൽ സംസാരിക്കുകയായിരുന്നു KT ജലീൽ. അടിയന്തര പ്രമേയം അതിൽ ചർച്ച തുടരുകയാണ്. സഭയിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.